ഓക്കെ, അങ്ങനെ നമ്മൾ എടത്വ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എടത്വ കള്ള് ആൻഡ് ഫുഡിൻ്റെ സ്ഥലത്ത് കയറിയിട്ടുണ്ട്. എടത്വ ചർച്ചിൽ നിന്ന് ഒരു ഇച്ചിരി പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ശിവകാശി ടോഡി ഷോപ്പിലോട്ട് എത്താട്ടോ. ഫാമിലി ആയിട്ട് വരുന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണേ. കായൽക്കരയിലാണ് ഈ ഷോപ്പ് ഉള്ളത്. സോ അവിടെ ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് കള്ള് കുടിക്കുന്ന ഫീൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലൈഫൊക്കെ ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്നൊക്കെ തോന്നും. ഇവിടെ AC ആൻഡ് നോൺ AC ആയിട്ടുള്ള സെപ്പറേറ്റ് ഹട്ട് പോലെ ആയിട്ടാണ് താഴെയൊക്കെ വരുന്നത് കേട്ടോ. നമ്മൾ നോൺ AC ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, പാർക്കിങ്ങിനുള്ള സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. കള്ളു കുടിക്കാനുള്ള സന്തോഷത്തിൽ വരുവാണേ. നമ്മുടെ പ്ലേസ് ഇതാണ്. ഒരു 6-7 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം. അത്ര കൺജസ്റ്റഡ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ നമ്മുടെ ചെത്തിയിറക്കിയ ഫ്രഷ് കള്ള് വന്നിട്ടുണ്ട്. അത് കുടിക്കാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണേ. ഗ്ലാസ്സിൽ കറക്റ്റ് അളവിൽ ഒഴിക്കാനുള്ള കഴിവ് കണ്ടോ, മുടുക്കനാണ്. ഒരു തുള്ളി പോലും കളയാതെ ഗ്ലാസ്സിൽ നിറയ്ക്കുന്ന സ്കില്ലുണ്ടല്ലോ, അത് വെറും ടാലന്റ് അല്ല, ഇമോഷനും കൂടെയാണ്. ആ കോൺഫിഡൻസ് കണ്ടാലറിയാം, ലെവൻ ബോൺ ഫോർ ദിസ് ജോബ്. Cheers. നമ്മൾ കപ്പ, ഫിഷ് കറി, അപ്പം ആൻഡ് പോർക്ക് വരട്ടിയത് ഇതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം ഫിഷ് കറി അപ്പമാണ് എത്തിയത്. ഈ കള്ളിൻ്റെ കൂടെ ഫിഷ് കറിയുടെ സ്മെല്ലും കൂടെ അടിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ, വായിക്കകത്ത് കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വന്നു കേട്ടോ. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫേവറേറ്റ് ഡിഷ് എത്തി, കപ്പ. കള്ളിൻ്റെ കൂടെ കപ്പയും മീൻകറിയും കഴിച്ചാലാണല്ലോ അതിൻ്റെ ഒരു ഇത് സെറ്റാവുന്നത്. ഒരു തുള്ളിക്ക് പോലും അളവ് തെറ്റാതെ കറക്റ്റായിട്ട് ഒഴിക്കുന്ന ആളുടേന്ന് ഒരു ഹാഫ് ഗ്ലാസ് കള്ളെടുത്താലുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ കള്ള് കുടിച്ച്, മീൻകറി കഴിച്ച്, അപ്പം കഴിച്ച്, പോർക്ക് വരട്ടിയതും കഴിച്ച് ഞങ്ങൾ തിരിച്ചല്ല, ഞങ്ങൾ ഇനി റൂമിൽ പോകാൻ പോവാണ്. ആൻഡ് ഈ കാറ്റും കൂടെ കൊള്ളുമ്പോൾ ഉണ്ടല്ലോ എന്നാ സുഖമാണെന്നറിയാവോ. കള്ളും കാറ്റും അടിപൊളി. ഞങ്ങൾ റൂമിൽ പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നേ. ഈ താറാവുകളൊക്കെ വെള്ളത്തിൽ ഒഴുകി നടന്ന് കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണിക്കാം. അതൊരു അടിപൊളി സ്ഥലമാണ്. ബാക്ക് വാട്ടർ ലേക്കും സൺസെറ്റും, അങ്ങനെ ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.